നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും ഉണ്ടാവുന്ന രാശിക്കൂറ് ഫലമാണ് ഞാൻ പറയുന്നത്. അതിൽ ചിങ്ങൻ രാശിയുടെ രാശിക്കൂറ് ഫലം. ചിങ്ങൻ രാശിക്കാർക്ക് 2026 രാശി സംബന്ധമായി ഇവർക്കുണ്ടാവുന്ന ഫലമാണ് ഞാൻ പറയുന്നത്. ഇവരെ സംബന്ധിച്ച് വേഴം ഇവർക്ക് 11-ലും, ജൂൺ 2-ന് ശേഷം വേഴം 12-ലും, രാഹു 7-ലും, കേതു ജന്മത്തിലും, ശനി 8-ലും നിൽക്കുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. എന്നാൽ ചില സമയങ്ങളിൽ സമ്മിശ്രമായ ചില പ്രതിഫലനവും ഇവർക്ക് ഉണ്ടാവും. അതായത് സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങളും ചില സമയത്ത് ഇവർക്ക് വന്ന് ചേരാവുന്നതാണ്. എന്നിരുന്നാലും പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ് 2026. ഇവരെ സംബന്ധിച്ച് വേഴം, ഞാൻ പറഞ്ഞില്ല, വേഴം 11-ലാണ്. അപ്പൊ സർവേശ്വര ഗ്രഹം 11-ൽ നിൽക്കുകയാണ്. വേഴം 11-ൽ നിന്നാൽ ഗുണമാണ്. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവിന്റെ സ്ഥാനമാണ്. വരവ് ശുഭസ്ഥാനമാണ്. അപ്പൊ ശുഭസ്ഥാനത്ത് സർവേശ്വര ഗ്രഹമായ വേഴം 11 നിൽക്കുന്നത്, ശുഭസ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും ഗുണകരമാണ് ഈ കൂറുകാരെ സംബന്ധിച്ച്, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. എന്നാൽ ജൂണിന് ശേഷം ഇവർക്ക് വേഴം 12-ലേക്ക് മാറും. 11-ൽ നിൽക്കുന്ന വേഴം 12-ലേക്ക് മാറുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കുറച്ച് കുറയുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും പൊതുവെ വേഴഗ്രഹത്തെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും ഇവർക്ക്. ഇത് കൂടാതെ രാഹു 7-ലും കേതു ജന്മത്തിലും നിൽക്കുന്നു. ശനി 8-ലുമാണ് നിൽക്കുന്നത്, അഷ്ടമത്തില്. അപ്പോ ഇവിടെ 2026 ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവെ ഗുണാനുഭവം കൂടുതൽ കിട്ടുകയും സമ്മിശ്രമായി ചില ഫലങ്ങളും ഉണ്ടാവുന്ന ഒരു സമയമാണ്. സമ്മിശ്രമായി എന്ന് പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായി ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. വേഴം കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ് എങ്കിലും, അല്ല, വേഴം കർമ്മസ്ഥാനത്ത് അല്ല, വേഴം 11-ലാണ്. വേഴം 11 ശുഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ്. തീർച്ചയായിട്ടും ഇവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഈ 2026 ചിങ്ങം കൂറുകാർക്ക് ഉണ്ടാവുന്നതാണ്. ഇവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായി ഉയർച്ചയുണ്ടാകുന്ന ഒരു കാലമാണ് ഈ 2026. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സമയമാണ്. അവര് മത്സര പരീക്ഷകളിൽ വിജയിക്കാനും പരീക്ഷകളിലും ഉയർന്ന മാർക്ക് മേടിക്കാനും ഉയർന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത് അതുവഴി ഇവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സമയമാണ് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇവർക്ക് ഈ 2026. അപ്പൊ അവർക്ക് 2026 ഗുണകരമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. ജോലി സംബന്ധമായ ഉയർച്ച ഉണ്ടാവും ഈ സമയത്ത് ഇവർക്ക്. ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ജോലിയിൽ ഒരു സ്ഥിരതയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മേലധികാരികളുടെ അനുഗ്രഹങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ അവരുടെ നല്ല വാക്ക് കേൾക്കാനോ ഒക്കെ ഇടവരുന്ന ഒരു സമയമാണ്
ഇവരെ സംബന്ധിച്ച്, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം കുടുംബ സംബന്ധമായി സൗഖ്യം കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും. കുടുംബ സൗഖ്യവും ഗ്രഹപുഷ്ടിയും ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. എന്നാൽ ശനിയുടെ നിൽപ്പ് അത്ര നല്ലതല്ല. ശനി 8-ലാണ് വരുന്നത്. അപ്പൊ 8-എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഷ്ടമസ്ഥാനമാണ്. അപ്പൊ കുറച്ച് ചില കാര്യങ്ങളിൽ ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട്. അത് ഞാൻ ഇതിന്റെ വീഡിയോന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു. കുടുംബ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. ദാമ്പത്യപരമായ കാര്യങ്ങളിൽ ചില വിഷമതകളും ഇവർക്കുണ്ടാവുന്ന ഒരു വർഷമാണ്. ദാമ്പത്യ ഭാര്യ ഭർത്തൃബന്ധത്തിൽ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ശനി 8-ലാണ് നിൽക്കുന്നത്, അഷ്ടമാണ്. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. അതുകൂടാതെ രാഹു അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അല്ല, രാഹു 7-ലാണ്, അഷ്ടമത്തിലല്ല, രാഹു 7-ലാണ് വരുന്നത്. രാഹുവിന് അഷ്ടമത്തിൽ ശനിയും രാഹു 7-ലുമാണ് വരുന്നത്. അപ്പൊ 7 എന്ന് പറഞ്ഞാൽ കളത്ര സ്ഥാനമാണ്. അപ്പൊ ഭാര്യയുടെ സ്ഥാനം, അത് ഭാര്യയുടെ ഭാവം, 7-ാം ഭാവം. അപ്പൊ കളത്രഭാവത്ത് രാഹു എന്നൊരു പാപഗ്രഹം നിൽക്കുമ്പോൾ അവിടെയും ചില പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്തൃബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ രാഹുവിനെ കൊണ്ട് കഴിയും. അപ്പൊ രാഹുവിന്റെ നിൽപ്പും ശനിയുടെ നിൽപ്പും അത്ര അനുകൂലമല്ല ഈ കൊല്ലം ഇവരെ സംബന്ധിച്ച്. എന്നാൽ വേഴത്തിന്റെ 11-ലെ നിൽപ്പ് ഇവർക്ക് ഗുണകരമാവും. അപ്പൊ 11-ലെ വേഴം ഇവരെ, അതായത് സർവേശ്വര ഗ്രഹമാണ് വേഴം. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ്. അപ്പം മറ്റ് പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ ഇവർക്ക് വേഴത്തിന്റെ സ്ഥിതിവിശേഷം കൊണ്ട് കഴിയുന്നതാണ്. തൊഴിലിൽ വിജയം ഉണ്ടാകാനും സ്ഥാനക്കയറ്റം ഉണ്ടാകാനും പ്രമോഷൻ കിട്ടാനും അംഗീകാരങ്ങളും ആശീർവാദങ്ങളും കിട്ടാനും പുരസ്കാരങ്ങൾ നേടാനും ഇവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് ഈ 2026. ശമ്പള വർധന കിട്ടുന്ന ഒരു കൊല്ലമാണ് ഇവരെ സംബന്ധിച്ച്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പ്രമോഷനും അതേപോലെ തന്നെ സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ കിട്ടാവുന്ന ഒരു വർഷമാണ്. ശമ്പളത്തിൽ വർധന കിട്ടാവുന്ന ഒരു വർഷമാണ് 2026 ഇവരെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഇവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല വിധത്തിലുള്ള നേട്ടങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ ജോലി സംബന്ധമായ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സർക്കാർ ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും അവർക്ക് പ്രമോഷൻ കിട്ടാനും ശമ്പള വർധന കിട്ടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ 2026 അവർക്ക് വരുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. കച്ചവടത്തിൽ ഉയർച്ച ഉണ്ടാവുന്ന ഒരു വർഷമാണ് 2026. കൂട്ടുകച്ചവടം എന്നാൽ സൂക്ഷിക്കണം. കൂട്ടുകച്ചവടം അത്ര സുഖകരമാകില്ല ഇവരെ സംബന്ധിച്ച്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. വരവിന്റെ സ്ഥാനത്താണുള്ള വേഴം നിൽക്കുന്നത്, ഇല്ലേ? വർഷത്തിന്റെ ആദ്യം വേഴം നിൽക്കുന്നത് വരവിന്റെ സ്ഥാനത്താണ്. അപ്പൊ ധനകാരകനാണ് വേഴം. അപ്പൊ അതുകൊണ്ട് ധനസംബന്ധമായ നേട്ടങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് വേഴം വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. മികച്ച വരുമാനം ഉണ്ടാകാനും ഇവർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ അനാവശ്യ ചെലവുകൾ ഇവർ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. അനാവശ്യമായ ചില ചെലവുകൾ ഇവരിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ചെലവ് ഇവർ നിയന്ത്രിച്ചാൽ നല്ലതാണ്. കുടുംബ സൗഖ്യം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക്.
വർഷാവസാനം പ്രേമകാര്യങ്ങളിൽ സഫലമാകുന്ന ഒരു സമയമാണ് ഇവർക്ക്. അതായത് പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് വർഷാവസാനം അവർക്ക് ഗുണകരമായ സ്ഥിതിവിശേഷം ഉണ്ടാവും. ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നിസ്സാരമായ ചില കാര്യങ്ങളാണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. ചെറിയ അസുഖങ്ങളാണെങ്കിൽ പോലും അതിനെ നിസ്സാരമായി കാണാതെ കൃത്യസമയത്ത് അതിന് പ്രതിവിധി ചെയ്തില്ല എങ്കിൽ ഈ കൂറുകാരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവും. അതില്ലാതിരിക്കാൻ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അപ്പോഴപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് 2026 വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. മാനസികമായ ചില പിരിമുറുക്കങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും. അല്ലെ, രാഹു 7-ലും ശനി 8-ലുമാണല്ലോ സഞ്ചരിക്കുന്നത്. ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് കേതു ജന്മത്തിൽ നിൽക്കുന്നത്. കേതു ജന്മത്തിൽ, അതായത് ചിങ്ങൻ രാശിയിലാണ് കേതു. അപ്പോ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മാനസികമായ ചില പിരിമുറുക്കങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. മൊത്തത്തിൽ നോക്കിയാൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും കുറച്ച് ഗുണാധിക്യം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമാണ് 2026 ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നത്. ഈ ചിങ്ങൻ രാശിക്കാരുടെ രാശിക്കൂർ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.